സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളം പല വിധത്തിലുള്ള ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ സുനാമി ഉണ്ടായി, ഒമിക്രോൺ കൊറോണ പകർച്ചവ്യാധികളുണ്ടായി. ഇപ്പോൾ പലവിധത്തിലുള്ള പനികൾ, ഭീകരമായ പനികൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് വയനാട് പ്രദേശങ്ങളിൽ ഉരുളുപൊട്ടൽ ഉണ്ടായി, മണ്ണിടിഞ്ഞു. ഒരു വലിയ ഭൂവിഭാഗം, ഏതാനും വില്ലേജുകൾ ഒലിച്ചുപോയ ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 200-ലധികം ആളുകൾ മരിച്ചു. ഏതാണ്ട് അത്രത്തോളം തന്നെ ആളുകളെ കാണാതെ പോയി. മുറിവേറ്റവരും പല വിധത്തിൽ തകർന്നവരുമായ അനേകം ആളുകൾ വേദനയുടെ താഴ്വരയിൽ ആശുപത്രികളിലും മറ്റുമായി കഴിഞ്ഞു വരുന്നു. ഈ കാഴ്ചയെല്ലാം കാണുമ്പോൾ അനേകം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം എവിടെ എന്ന്. ദൈവം സ്നേഹമാണ്, സ്നേഹം തന്നെയാണ് നമ്മെ എല്ലാവിധത്തിലും പരിപാലിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം ഉടനീളം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ദൈവം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ മറഞ്ഞിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ എന്നാണ് എനിക്ക് ഒരു മറുചോദ്യമായി ചോദിക്കാനുള്ളത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വചനഭാഗത്ത് നാം കാണുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചു, ജീവജാലങ്ങളെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, ആകാശത്തെ സൃഷ്ടിച്ചു, പ്രകാശത്തെ സൃഷ്ടിച്ചു. അങ്ങനെ ദൈവം 6 ദിവസം കൊണ്ട് തൻ്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. തൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യന് ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെ മേലും ആധിപത്യം കൊടുത്തു എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യന്, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്, ഈ പ്രകൃതിയിൽ മനുഷ്യന് ആധിപത്യം കൊടുത്തു എന്നുള്ള വാക്കാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യന് ആധിപത്യം കൊടുത്തു എന്ന് പറയുമ്പോൾ ദൈവം ഭൂമിയെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സ്നേഹിച്ചുകൊണ്ട് അതിനെ പരിപാലിക്കണം, അതിനെ സംരക്ഷിക്കണം, അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് ഉപയോഗിക്കുന്നതിന് പകരം, ആരോഗ്യകരമായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് പകരം നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും തന്നെ ആറ്റം ബോംബ് ധാരാളമായിട്ടുണ്ട്. ആറ്റം ബോംബ് വർഷിക്കുമ്പോൾ ഹിറോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചെടുത്ത് ഇന്നോളം ഒരു പുല്ല് പോലും കെടുത്തിട്ടില്ല. ഇന്നിപ്പോൾ ഗൾഫ് മേഖലയിൽ യുദ്ധം നടക്കുകയാണ്. പാലസ്തീൻ, ഇസ്രായേൽ, അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഇറാനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം തുടങ്ങാൻ പോകുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇതുവഴിയായ എന്തുമാത്രം ബോംബുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിൽക്കുന്ന, ജീവൻ ജനിപ്പിക്കുന്ന മണ്ണിനെ കൊല്ലുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മണ്ണിൻ്റെ ജീവൻ ഇല്ലാതായിക്കഴിഞ്ഞാൽ പിന്നെ സസ്യജീവനും ഉണ്ടാകുകയില്ല, മൃഗജീവനും ഉണ്ടാകുകയില്ല, മനുഷ്യജീവനും ഉണ്ടാകുകയില്ല. ജീവൻ നിലനിൽക്കുന്നത് മണ്ണിലൂടെയാണ്. മണ്ണിന് ജീവനുണ്ട്. അതാണ് ഇന്ന് മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുദ്ധം വഴിയായും മറ്റ് പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, അതിക്രമങ്ങൾ വഴിയായിട്ട് ഇന്ന് പ്രകൃതിയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ ശക്തമായ ഭാഷയിൽ പറഞ്ഞാൽ ഭൂമിയെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്, ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ പ്രപഞ്ചം മനുഷ്യനെതിരായിട്ട് പ്രതികരിക്കുന്നത്. എവിടെ ചൂഷണമുണ്ടോ അവിടെ പ്രകൃതി പ്രതികരിക്കും. പ്രകൃതിയുടെ പ്രതികരണം ചിലപ്പോൾ സുനാമിയായിട്ടും, ചിലപ്പോൾ സങ്കീർണമായിട്ടുള്ള പകർച്ചവ്യാധികളായിട്ടും, പ്രകൃതിക്ഷോഭങ്ങളായിട്ടും
അല്ലെങ്കിൽ പുതിയ പുതിയ രോഗങ്ങളായിട്ടുമൊക്കെ കാണപ്പെടാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ എല്ലാറ്റിനെയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും സ്നേഹിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇത് നഷ്ടപ്പെടുന്നതിൻ്റെ അസന്തുലിത അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിനെയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിന് പകരം അവയൊക്കെ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഭൂമിയെയും ചൂഷണം ചെയ്യുന്ന കാഴ്ചയാണ്. ഒരു വശത്തൂടെ നശിപ്പിക്കുന്നു, വേറൊരു വശത്തൂടെ ചൂഷണം ചെയ്യുന്നു. ഈ രണ്ട് പ്രതിഭാസങ്ങൾ നിലനിൽക്കുന്നതോടൊപ്പം മനുഷ്യൻ്റെ സുരക്ഷിതത്വം എന്നിപ്പം അരക്ഷിതാവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉരുളുപൊട്ടലും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം, സുനാമിയും മറ്റു വിധത്തിലുള്ള രോഗങ്ങൾ, പുതിയ പുതിയ രോഗങ്ങളാണ് വരുന്നത്. അതെല്ലാം പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രതികാരം ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഓരോ വിധത്തിലുള്ള ദുരന്തം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടാകുമ്പോൾ അതിന് ആവശ്യമായ സുരക്ഷിതത്വം എടുക്കാനുള്ള മുന്നറിയിപ്പാണ്. അങ്ങനെ എടുക്കണം. ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞിട്ട് സഹായം കൊണ്ട് ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. മരിക്കാനുള്ളവർ മരിച്ചു, നശിക്കാനുള്ളവർ നശിച്ചു. അപ്പോൾ അതുണ്ടാകാതിരിക്കാനുള്ള പ്രതിവിധിയിലേക്ക് ഇന്ന് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും, എല്ലാ രാജ്യങ്ങളിലുള്ള മിടുക്കരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ഒരു മനോഭാവത്തിലേക്ക് വരണം. അങ്ങനെയുള്ള ഒരു കരുതൽ നടപടിയിലേക്ക് വരണം. ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, ഭൂമി കുലുക്കം ഉണ്ടാകും, അല്ലെങ്കിൽ സുനാമി ഉണ്ടാകും, ഉരുൾപൊട്ടലുണ്ടാകും. അത് സഫിഷ്യൻ്റ്ലി ഏർലിയറായിട്ട് എത്രയും നേരത്തെ തന്നെ അതിനുള്ള മുന്നറിയിപ്പ് കൊടുത്ത് ആളുകളെ അതിനായിട്ട് ഒരുക്കി സംരക്ഷിക്കാനായിട്ടുള്ള പദ്ധതിയാണ് ഇനിയുള്ള കാലയളവിൽ തയ്യാറാകേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത്. ദുരന്തമുണ്ടായി സഹായം കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ദുരിതങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. അത് മനുഷ്യൻ്റെ അധികാരത്തിലുള്ളതാണ്. മനുഷ്യന് ഈ കടമയുണ്ട്, അതിനുള്ള അവകാശമുണ്ട്, അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് ഇതാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ പഴിച്ചിട്ട് ഒരു കാര്യമില്ല. ദൈവം ഉത്തരവാദിത്വം മനുഷ്യനെ ഏൽപ്പിച്ചു. മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് ദൈവം മനുഷ്യൻ എങ്ങനെയത് തൻ്റെ ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്നു. എപ്പോഴും ഓരോ സംഭവം ഉണ്ടാവണം, ദൈവം വന്ന് ഇടപെടണം എന്ന് വിചാരിക്കുക. ദൈവം അങ്ങനെ ഇടപെടുന്നതല്ല. മകന് ഉത്തരവാദിത്വം കൊടുത്തു വെച്ചാൽ അപ്പനുടനെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദൈവം സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തെ ഒരു നല്ല ട്രാക്കിൽ, ഒരു റണ്ണിങ് ട്രാക്കിൽ ഇട്ടിട്ടുണ്ട്. ആ ട്രാക്കിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന വ്യതിചലനങ്ങൾ എല്ലാം ഓരോന്നുണ്ടാകുമ്പോൾ ദൈവം ഇടപെടണം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. മനുഷ്യനാണ് അവിടെ ഇടപെടേണ്ടത്. മനുഷ്യൻ ഇടപെട്ടുകൊണ്ട് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ അതിലേക്ക് വരണം, പ്രതിരോധിക്കാനുള്ള നടപടിയിലേക്ക് വരണം, സംരക്ഷിക്കാനുള്ള നടപടിയിലേക്ക് വരണം. അപ്പോൾ ഉത്തരവാദിത്വം മനുഷ്യൻ്റെയിലാണ്. ദൈവത്തെ പഴിചാരിയിട്ട്, ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട്, ദൈവത്തെ ചീത്ത വിളിച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ല. കാരണം ദൈവം അത് മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് സംശയമുള്ളവർ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. താങ്ക് യു.